പാർട്ടിക്കുള്ളിൽ സ്വാധീനം നഷ്ടപ്പെട്ട ഉള്ളി സുരയുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ സൈക്കോളജിക്കൽ മൂവ്. ഇതേ നോക്കിയേ, അദ്ദേഹത്തിന്റെ ഒരു കമന്റ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈ കൊടും ചൂട് കാലത്ത് നിങ്ങൾ AC ഉപയോഗിക്കേണ്ടതേയില്ല. എന്ത് ചെയ്താൽ മതി? ഉഷ്ണതരംഗത്തെ മറികടക്കാൻ ഉള്ളി സുരയെ എടുത്ത് പോക്കറ്റിൽ ഇടുക എന്നാണ്. അതായത് ഉള്ളി സുരയ്ക്ക് എങ്ങനെയും ഡിമാൻഡ് വരണം, അതിനുവേണ്ടി അദ്ദേഹത്തെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കാനായിട്ടുള്ള വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം. ഇതോടുകൂടി BJPയിൽ ഉള്ളി സുരയുടെ ഡിമാൻഡ് കുതിച്ചു കയറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കാര്യം, ഉള്ളിയെ പോക്കറ്റിലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ കൊടൈക്കനാലിൽ നിൽക്കുന്ന ഫീല് വരും. ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് കശ്മീർ എന്താണെന്ന് നിന്ന് അനുഭവിക്കാൻ പറ്റുമെന്നാണ് ജ്യോതിരാദിത്യ സിന്ധ്യ അറിയിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേകതരം കഴിവ് നമ്മുടെ ഉള്ളിക്കുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. ആ കഴിവ് ജ്യോതിരാദിത്യ സിന്ധ്യ എങ്ങനെ അറിഞ്ഞു എന്ന് നമുക്കറിയില്ല. അദ്ദേഹം ആ ഉഷ്ണതരംഗത്തെ ഡൽഹിയിൽ ചെന്ന ഉള്ളിയെ പിടിച്ച് പോക്കറ്റിലിട്ടപ്പോൾ മാറി എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് കേരളത്തിലുള്ളവർ ഇപ്പോൾ ചെയ്യേണ്ടത് ആ ഉഷ്ണതരംഗത്തെ മറികടക്കാൻ ഉള്ളിയെ തൂക്കി പോക്കറ്റിലിടുക എന്നാണ്. അത് കേട്ട പാതി ഇപ്പോൾ നിലവിൽ BJPക്കാരെല്ലാം കൂടി ഉള്ളി സുരയുടെ വീട്ടിൽ വട്ടം കൂടി നിൽക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഞങ്ങളുടെ ആചാര്യനെ പോലുള്ള സിന്ധ്യ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിയെ പോക്കറ്റിൽ ഇടാതിരിക്കാൻ പറ്റുമോ? ഉള്ളിയെ പോക്കറ്റിലിട്ടാലേ പല കാര്യങ്ങളും നടക്കുള്ളൂ എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ടുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് ഉള്ളിയുടെ ഡിമാൻഡ് കുത്തനെ ഉയർന്നതായിട്ടാണ് BJP ക്യാമ്പുകളിൽ നിന്ന് പുറത്തു വരുന്ന വിവരം.